ഹായ് എവരിവൺ. NTA UGC നെറ്റ് പരീക്ഷയ്ക്ക് ചില സുപ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. ബിരുദ വിദ്യാർത്ഥികൾക്ക് എഴുതാമെന്ന് പറയുന്നു, പക്ഷെ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതുപോലെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആകാൻ പോകുന്നു എന്നുള്ള ട്വീറ്റ് തലേ ദിവസം രാത്രി തന്നെ വന്നിരുന്നു. എന്നാൽ ഇതുവരെയും ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവുകയോ പ്രോസ്പെക്ടസ് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ളത് ലഭിക്കുകയോ ചെയ്തിട്ടില്ല. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന മുറയ്ക്ക് വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. മറക്കാതെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ടേൺ ഓൺ ചെയ്യുകയും ചെയ്യുക. അതുപോലെ 100 കണക്കിന് വീഡിയോ ഫ്രീ ആയിട്ട് നമ്മുടെ ഈ ചാനലിൽ പ്ലേലിസ്റ്റ് ആയിട്ട് പേപ്പർ 1-ന്റെയും മറ്റ് സബ്ജക്റ്റിൻ്റെയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പ്രിപ്പറേഷന് ഇനി ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ പരീക്ഷയുടെ സ്പെസിഫിക്സിലേക്ക് കടക്കാം. ഇതുവരെ നടന്ന രീതിയിലല്ല ഇനി മുതൽ NTA UGC നെറ്റ് പരീക്ഷ നടക്കുക. യൂണിവേഴ്സിറ്റികൾ ഇൻഡിവിജ്വലായിട്ട് നടത്തുന്ന ഇതുവരെ നടത്തി വന്നിരുന്ന പരീക്ഷകൾ റദ്ദാക്കപ്പെടുകയും ഇനി മുതൽ അങ്ങനെ പരീക്ഷകൾ നടത്തേണ്ടതില്ല. NTA UGC നെറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളിൽ മൂന്നാമത് ഒരു കുറഞ്ഞ കട്ട് ഓഫ് കൂടി വെക്കും. അത് മാത്രം ക്വാളിഫൈ ചെയ്യുന്നവർക്ക് JRF കിട്ടിയില്ല, അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള അവസരം കിട്ടിയില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് അതിലും കുറഞ്ഞ ഒരു കട്ട് ഓഫ് ഉണ്ടാവും. ആ കട്ട് ഓഫ് കടന്നാൽ PhDക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി കിട്ടും. അതായത് ഇൻഡിവിജ്വൽ യൂണിവേഴ്സിറ്റികളായിട്ട് നടത്തിയിരുന്ന എൻട്രൻസ് എക്സാം PhD എൻട്രൻസ് ഒഴിവാക്കിയിട്ട് നെറ്റിന്റെ സ്കോർ തന്നെയായിരിക്കും പരിഗണിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഇത്തവണത്തെ നെറ്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. അതുപോലെയുള്ളൊരു പ്രാധാന്യമുള്ള കാര്യമാണ് 4 വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് അവർ പഠിച്ച വിഷയമായാലും അവർ PhD ചെയ്യുന്ന വിഷയം ഏതാണോ അതിനനുസരിച്ച് അവർക്ക് നെറ്റ് പരീക്ഷ എഴുതാം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ കൊമേഴ്സ് പഠിച്ച ഒരാൾക്ക് മാനേജ്മെന്റിലേക്ക് മാറാനോ അങ്ങനെ വിഷയങ്ങൾ സ്വിച്ച് ചെയ്യാനുള്ള അവസരം കൂടി ഉണ്ടാവും. ഓഫ് കോഴ്സ് നിങ്ങൾ പഠിക്കുന്ന ഡെപ്ത് കൂടേണ്ടി വരും. നിങ്ങളുടെ ഭാവിയിലെ ജോലി സാധ്യതകളെ അത് ഒരു പക്ഷേ ബാധിക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആവണം എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ച സബ്ജക്റ്റും PhD ചെയ്ത സബ്ജക്റ്റും എൻറ്റയർലി ഡിഫറെൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ സാധ്യതകളെ മങ്ങലേൽപ്പിക്കും. സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യില്ല എങ്കിൽ പോലും അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഫീൽഡിലേക്ക് സ്വിച്ച് ചെയ്യാനും ആ മേഖലയിൽ ഗവേഷണം നടത്താനും PhD നേടാനും ഒക്കെ ഉള്ള അവസരം ഇതിലൂടെ കൈവരുന്നുണ്ട്. അതുപോലെ ആപ്ലിക്കേഷൻ വിൻഡോ മിഡ് നൈറ്റിലോ തലേ ദിവസം രാത്രിയോ ഇന്നോ ഓപ്പൺ ആവും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇതുവരെ അത് ഓപ്പൺ ആവുകയോ ഫൈനൽ പ്രോസ്പെക്ടസ് ലഭിക്കുകയോ ചെയ്തിട്ടില്ല. അത് ലഭിച്ചാൽ മാത്രമാണ് ഈ PhD എൻട്രൻസിനുള്ള കട്ട് ഓഫ് എത്രയാണെന്ന് അറിയാൻ സാധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ 4 ഇയർ ബിരുദ വിദ്യാർത്ഥികൾക്ക് ഫൈനൽ സെമ്മിലല്ലേ ഫൈനൽ ഇയറിലുള്ളവർക്കായിരിക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അത്തരം കാര്യങ്ങളിലൊക്കെ 100% ക്ലാരിറ്റി ഇനി വരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇതൊക്കെയാണ്. ഈ 2 പ്രധാന മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. അതോടൊപ്പം ആപ്ലിക്കേഷൻ വിൻഡോ ഉറപ്പായിട്ടും ഇന്നോ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള മണിക്കൂറുകളിലോ ഓപ്പൺ ആവുകയും ചെയ്യും. അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റികളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ഫ്രീ റിസോഴ്സുകൾ ഉപയോഗിച്ച് പഠിച്ചും തുടങ്ങുക. പരീക്ഷയുടെ തീയതി ജൂൺ 10 മുതൽ 21 വരെ എന്ന് കഴിഞ്ഞ വർഷം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഏറെക്കുറെ അതേ തീയതികൾ ഫോളോ ചെയ്യും, അല്ലെങ്കിൽ ചെറിയ മാറ്റങ്ങളോടുകൂടി ആ തീയതികൾ ഫോളോ ചെയ്യും. അപ്പോൾ പരീക്ഷയ്ക്ക് ഇനി അധികം സമയവും നിങ്ങളുടെ മുന്നിൽ ഒരുങ്ങാനില്ല എന്നുള്ള കാര്യം ഓർക്കുക. ട്രെയിനിങ് ആവശ്യമുള്ളവർക്കാണെങ്കിൽ I+ന്റെ ക്രാഷ് കോഴ്സുകളിലും ഇപ്പോൾ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏറ്റവും ഭംഗിയായിട്ട് പഠിക്കാൻ നിങ്ങൾക്കാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്.